അതാ ഞങ്ങൾ പറഞ്ഞത്. ഇതൊക്കെ ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെക്ക് അല്ല, അതല്ല, കോമഡിയാണ് ഉദ്ദേശിച്ചത്. അല്ലെന്ന് ഇവിടുന്ന് ചെക്ക് അതെ. ഹലോ, പരിപാടി തുടങ്ങണേക്കാളും മുന്നേ ചെക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ പരിപാടി തുടങ്ങണേക്കും അഡ്വാൻസ് ചെക്ക് തന്നാ തന്നെ കുഴപ്പം. അല്ല, പെർഫോമൻസിന് നിലവാരം വെച്ചിട്ട് അവസാനം തരാന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അല്ല, അയ്യോ, നമ്മൾ ആരാണാവോ? ഞാൻ എന്റെ റഫറി അല്ലേ? റഫറി വിത്ത് കോച്ച്. റഫറി വിത്ത് പേര് റാഫേൽ. ഏതിന്റെ? എല്ലാവരുടെയും കോച്ചാണ് ഞാൻ. ബുദ്ധിയുള്ളവർക്കുള്ള കളിയാണ്. എനിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ പലയിടത്തോടെ കൊണ്ടുപോയി. ഇതിനകത്തൊരു കുതിരയില്ല, കഴുതയായിട്ട് ബിനീഷ് ബാസ്റ്റൻ ഒന്ന് വന്നിരിക്കാവോ? പറഞ്ഞു തരുന്നില്ല. അയ്യോ, അസുഖം കൂടിയേ. ഒരു ക്ലോസ് കൊടുക്കാമെങ്കിൽ അവൻ എന്തായിട്ടും വരും. ചേട്ടാ, ക്ലോസ് ഒന്നുമല്ല, ഇവിടുത്തെ ഡയറക്ടർ ബുദ്ധിപൂർവ്വം ഒരു പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ അളിയനെ ബോക്സിംഗ് ചാമ്പ്യൻ ആക്കിയിട്ട് ഈ സാധനം കയ്യിലിട്ട് കൊടുത്തു. ഇനി മൈക്ക് കൊടുക്കൂല, പാട്ടും പാടൂല. എന്നെ പരിചയപ്പെട്ടില്ലല്ലോ. ഹലോ മിസ്റ്റർ കോച്ച്, ഈ അറ്റത്ത് നിൽക്കുന്നത് ആരാ? അദ്ദേഹത്തിന്റെ മുഖം ഒന്നും കാണില്ലല്ലോ. നീലാം സ്ട്രോങ്ങിന്റെ കുഞ്ഞമ്മയുടെ മോനാണെന്നാണ് ഇവിടെ പരക്കെയുള്ള ഒരു അഭിപ്രായം. അല്ല, നീലാം സ്ട്രോങ്ങിന്റെ ആരാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ? അതെ. ഞാൻ പോയി നോക്കിട്ട് വരാം. നീയായിരുന്നു, അടച്ചു വെക്ക്, അതാ നല്ലത്. ജിത്തുവായിരുന്നു. നിങ്ങളുടെ നാട്ടുകാരനാണ്, കുറുക്കഞ്ചേരി ജിത്തു. എന്താണിത് ചേട്ടാ? ബുധൻ വ്യാഴത്തിലാണ് ഇരിക്കണേ. എന്റെ സമയം ഒന്ന് നോക്കണം. അത് സമയം നോക്കാൻ വാച്ച് നോക്കിയാൽ മതി. അല്ല, നമ്മൾ ആരാണാവോ? ഞാൻ സച്ചിൻ, കൊച്ചിൻ സച്ചിൻ. കൊച്ചിൻ സച്ചിനാ? കൊച്ചിനുള്ള സച്ചിൻ. അനു, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്റെ പുതിയ കൂട്ടുകാരി. ഇതാണ് എന്റെ പുതിയ കൂട്ടുകാരി സുസ്മിനി. പേരൊന്ന് ശരിക്കും പറയൂ. സുസ്മിത. സുസ്മിത. പുതിയ കോമ്പോ. സുസ്മിത പ്രായമായതുകൊണ്ടാണ് ചെറുതായിട്ട് നടുവിന് പ്രശ്നമുള്ളടത്തിൽ ചാരും വേറൊന്നും വിചാരിക്കരുത് കേട്ടോ. സുസ്മിത അനുവിനൊന്ന് പരിചയപ്പെടും. അല്ല, ഞങ്ങൾ മുന്നേ പരിചയപ്പെട്ടതാ. എങ്ങനെയാ പരിചയപ്പെട്ടെ? സുഗമോദേവി സീരിയലില് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന്. മാമി അറിയായിരുന്നല്ലേ? മാമി ചെന്ന് പരിചയപ്പെടും. ഞങ്ങൾ പരിചയപ്പെട്ടു. ചേച്ചി, എനിക്കൊരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനാണ്. പേഴ്സ് പ്രമാണമൊക്കെ സൂക്ഷിച്ചോണം കേട്ടാ. ഇനി എവനാണ്? എന്റെ 5 സെന്റിന്റെ പ്രമാണം പോയി. ഇനി ഇവനാണ് എന്റെ ഈ ഫ്ലോറിൽ എന്റെ കൂട്ടുകാരൻ. എന്തൊക്കെ പറഞ്ഞാലും നൈസ് ഫ്രണ്ട്, ഹി ഈസ് ബ്ലഷിംഗ്. ഭയങ്കര അമൂൽ ബേബി പൂൾ ഉണ്ടല്ലേ ചേച്ചി? ശരി, ഇന്ന് തൊട്ട് ഞങ്ങൾ ആ കോംബോ സ്റ്റാർട്ട് ചെയ്യാൻ പോണു. ഇന്ന് തൊട്ട് പിന്നെ വേറെ കാര്യം, നേരത്തെ പറഞ്ഞതാണ്, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ ഇറങ്ങുമ്പോൾ ചിലർ പൊരിച്ച മീനൊക്കെ തരും, മാറ്റി കഴിക്കരുത്. അതിൽ കൂടെയൊക്കെയാണ് പണി. ശരി, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആരാ വരാൻ പോണേന്ന് കരുക്കൾ നീക്കിയിട്ടൊന്ന് പറയൂ. സ്കോർ ചെയ്യാൻ പറ്റുന്ന അവസരമാണ്. എന്തായാലും നോക്കട്ടെ. സംഭവം വരുന്ന ഗസ്റ്റ് എനിക്കിട്ട് പണി തരുന്ന ആളാണ്. ഞാൻ പോണു, ഞാൻ ഹാഫ് ഡേ ലീവാണ്. അല്ലല്ല, അത് പറഞ്ഞിട്ട് വേണം. എന്നെ കണ്ണെടുത്താ കണ്ടില്ലാത്തൊരു ഗസ്റ്റാണ്. വന്നു കഴിഞ്ഞാൽ പിരികോ മുടിയും തമ്മിൽ ഉടക്കും, അത്ര വിദേശം വരും. കണ്ണട വെപ്പിക്കൂല, ചാട്ടവാറിനടിക്കും. ചാട്ടവാറിന് പട്ടീനെ ഓടിച്ചിട്ട് തല്ലും പോലെ തല്ലുന്നത്. പേര് പേര് പറയാം. ആദ്യത്തെ അടി കിട്ടുമ്പോ സുരേഷ് ഏട്ടാ എന്നിങ്ങനെ വിളിക്കുവോ താങ്കള്? വിളിക്കൂല്ലേ? എനിക്ക് മനസ്സിലായി. എന്നാ പേര് പറഞ്ഞോളൂ. വിശ്വാമിത്രനെ വരെ തപസ്സിളക്കിയ ഒരാളാണ്. രംഭയ്ക്കും തിലോത്തമയ്ക്കും വരെ ഈഗോ അടിക്കുന്ന ആളാണ്. ആളിവിടെ വന്നിട്ടുണ്ട്. തെളിഞ്ഞോ? വെറ്റിലേലും അതാ വരുന്നു. നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം സുരേഷേട്ടന്റെ മാത്രം സ്വന്തം ശ്രീ കീർത്തിയുടെ അമ്മ. പേര് മറന്നുപോയല്ലോ.